അപ്പം നമ്മളെല്ലാവരും കൂടെ ഞാനും അമ്മയും ആൻറ്റിയും കുഞ്ഞാവയും അമ്മാമ്മയും അപ്പൂപ്പനും കൂടി നമ്മൾ കൊച്ചി എക്സ്പ്ലോർ ചെയ്യാൻ പോകണം ഗൈസ്. കൊച്ചി കോട്ടയം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണ് വന്നത്. ഹായ് പറവാവേ. അപ്പോൾ ഗൈസ് നമ്മുടെ ട്രെയിൻ 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. ഗൈസ് നമുക്ക് 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോവാം ഗൈസ്. ഞാൻ നല്ല ത്രില്ലഡാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം ടു ലോകമാന്യ തിലകിലുള്ള ട്രെയിനിലാണ് പോകുന്നത്. ഗൈസ് ഞങ്ങൾ നടക്കുകയാണ്. ഇതാണ് നമ്മളെ ട്രെയിന്. അപ്പോൾ നമുക്ക് 5ലാണ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ട്രെയിൻ കയറിയിട്ടുണ്ട് ഗൈസ്. എവിടെ? അപ്പം എൻ്റെ ട്രെയിൻ ഇത് എടുത്തിട്ടില്ല. ഞാൻ തലയൊക്കെ കിട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം ഗൈസ്. അപ്പം ഞാൻ സൈഡ് സീറ്റാണ്, അപ്പുറത്ത് കുഞ്ഞാവയാണ് ഗൈസ്. ഹായ് വാവേ. ഗൈസ് നമ്മൾ എവിടെയാണെന്നൊക്കെ പറഞ്ഞു കൊടുവാവേ. തന്നെ എവിടെ പോണ് പറഞ്ഞു കൊടു. എണ്ണാകുളത്താ? എന്തിനാണ് എണ്ണാകുളത്ത് പോണ? ഗൈസ് കൊച്ചിന് ആദ്യം കൂടിപ്പോയി. ഗൈസ് നമ്മൾ പോകുന്ന വഴി ആ ഒരു എറണാകുളമൊക്കെ അടുപ്പിച്ചൊക്കെ വരുമ്പോഴത്തേക്കും എറണാകുളം അല്ല ഗൈസ്, കൊല്ലമൊക്കെ അടുപ്പിച്ച് വരുമ്പോൾ നിറയെ നമ്മുടെ ഇതുപോലുള്ള റിവേഴ്സും പോൺസും ഒക്കെയാണ് ഗൈസ്. അപ്പം നിങ്ങൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് പോകണം ഗൈസ്. എനിക്ക് ഈ പച്ചപ്പും ഹരിതാപ്പും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഗൈസ്. അങ്ങനെ ഞാൻ നല്ല ആസ്വദിച്ച് യാത്ര ചെയ്യാണ്. ഗൈസ് ഞാൻ മാത്രമല്ല എൻ്റെ അമ്മയെ ആസ്വദിച്ചാണ് പോകുന്നത് ഗൈസ്. അപ്പം നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പോവുകയാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചിപ്സും ചക്കവറ്റലും ഒക്കെ കഴിക്കുന്നുണ്ട് ഗൈസ്. അതൊക്കെ പതിവാണ്. ഞാൻ എൻ്റെ ഒന്ന് വീഡിയോ എടുത്തില്ല ഗൈസ്. അത് കഴിഞ്ഞ് കുറച്ച് മുട്ടയൊക്കെ പാരപ്പത്തേൻ്റെ കുറച്ച് ഷോ കണ്ടാലും ഗൈസ്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് പട്ടി ഷോയൊക്കെ കാണിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ കുഞ്ഞാവ് എനിക്ക് വീഡിയോ എടുക്കണമെന്ന് ഞാൻ കുഞ്ഞാവ് വീഡിയോ എടുത്ത് ഗൈസ്. അപ്പം നമ്മൾ എറണാകുളത്തെത്തി ഗൈസ്. എറണാകുളത്തെത്തി ഫുഡൊക്കെ കഴിച്ച് ബിരിയാണിയാണ് കഴിച്ചത്. ഞാൻ കിട്ടില്ല ബിരിയാണി വെച്ചാൽ പൊളി സെറ്റ് ബിരിയാണിയാണ് ഗൈസ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. അങ്ങനെ നമ്മൾ എറണാകുളത്ത് നിന്ന് ഇനി നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ കൊച്ചിൻ വാട്ടർ മെട്രോയിലേക്കാണ് ഗൈസ്. അപ്പം നമ്മൾ ഹൈക്കോർട്ട് സ്റ്റേഷനിലെ വാട്ടർ മെട്രോയിലാണ് അങ്ങോട്ടാണ് പോകുന്നത്. ആ വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടാകും. നല്ലൊരു ബ്യൂട്ടിഫുൾ നല്ലൊരു മോഡേൺ ലുക്കുണ്ട് ഗൈസ്. അങ്ങനെ അവിടെ ഫുള്ള് അതുപോലെ നമ്മുടെ ഷിപ്സും ബോട്ട്സും ഒക്കെയാണ്. അങ്ങനെ അവിടെ ഒരു വലിയൊരു ഷിപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞാവയ്ക്കൊക്കെ ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്കെന്തേ സന്തോഷമില്ലെന്ന്. എനിക്ക് അവളേക്ക് ഇരട്ടി സന്തോഷമാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് ഇതുപോലെ ഈ ഒരു വെള്ളം ഷിപ്പ് അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രത്യേക ഒരു സ്നേഹമാണ്. അതല്ലെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നടന്നുകൊണ്ട് കുറച്ച് നടക്കമുണ്ട് കേട്ടോ. അങ്ങനെ പക്ഷേ സത്യത്തിൽ ഗൈസ് എറണാകുളം എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്തിനേക്കാളും ഇരട്ടി ചൂടാണ്. ഭയങ്കര ചൂടാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഹൈക്കോർട്ട് സ്റ്റേഷനിലെത്തി, വാട്ടർ മെട്രോ സ്റ്റേഷനിലെത്തി ഗൈസ്. സത്യം പറഞ്ഞാലേ ഇവിടെ കാണാനൊരു എയർപോർട്ട് വൈബുണ്ട് ഗൈസ്. നമ്മളിവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഗൈസ്. ഇവിടെ ഒരു എയർപോർട്ടിൻ്റെ സെറ്റപ്പാണ് ഗൈസ്. ഇത് നല്ല നല്ല ന്യൂച്ചനാണ് ഗൈസ്. നല്ല കിടില സംഭവം, നല്ല കിടില ലുക്കാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ് ഈ ഒരു എന്താണ് മെട്രോ സ്റ്റേഷൻ ഗൈസ്. ഇവിടെ ഫുള്ള് ടെക്നോളജിയാണ് കേട്ടോ, ഫുള്ള് ടെക്നോളജിയാണ്. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. അവിടെ വെയിറ്റ് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു ലൈനിൽ കൂടെ നിൽക്കണ ആ ഒരു
എന്താണ് വരിയൊക്കെ അനുസരിച്ചാണ് നമ്മളെ വിടുന്നത്. നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഇരിക്കാം, ഇരുന്നാൽ നമ്മൾ ആദ്യം വിടും, നിന്നാൽ നമ്മളെ പിന്നെ വിടും. അങ്ങനെ ഗൈസ് റെഡി ആയിട്ട് ഇരിപ്പുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട്. ഇവിടെ നമുക്ക് ഇരിക്കാനൊക്കെ പ്ലേസ് ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് നമ്മുടെ മെട്രോ വരാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇവിടുന്ന് ഫോട്ടോ വെച്ച് ഹൈക്കോടതി നമുക്ക് വേണം. എയർപോർട്ടിലെ സെറ്റപ്പാണ് കേട്ടോ. ഗൈസ് കണ്ടു. അങ്ങനെ ഗൈസ് ഈ നടന്നു പോകണ വഴിയൊക്കെ നല്ല സെറ്റപ്പായിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ വാട്ടർ മെട്രോ. അപ്പോൾ ഗൈസ് ഇതിനകത്താണ് നമ്മൾ കയറുന്നത് കേട്ടോ. നല്ല സെറ്റ് സംഭവം കേട്ടോ, കാണാൻ നല്ല കിടുക്കാച്ചി ലുക്ക്. അത് ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് ഗൈസ്. അപ്പം ഇതിനകമെന്ന് പറയുമ്പം ഒരു ഇതെല്ലാവരും കയറിയിട്ടുള്ളതായിരിക്കും ഗൈസ്, അതുകൊണ്ട് ഞാൻ വളരെ വലുതായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യില്ല. എന്നാലും ഗൈസ് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് സീറ്റ് ഇരിക്കാൻ കിട്ടി ഗൈസ്, ബട്ട് ഞാൻ നിന്നാണ് പോയത്. കാരണം എനിക്ക് നമ്മൾ ഇരുന്നാലേ നമുക്ക് ആ ഒരു ഭാഗം മാത്രം വാട്ടർ മെട്രോയുടെ പറ്റും. നമ്മൾ നല്ല വരിക്ക് നിന്ന് വേണം പോവാം ഗൈസ്, കാരണം നിറയെ വരിയുണ്ട്. അപ്പം നമുക്ക് സീറ്റ് കിട്ടിയെങ്കിലും ഞാൻ പറഞ്ഞില്ല ഞാൻ നിന്നാണ് പോയത് ഗൈസ്. ബട്ട് നല്ല ലുക്കായിരുന്നു കേട്ടോ, നല്ല ആ പൊളി സംഭവം. കാരണം നമുക്കൊരു കുലുക്കവോ അനക്കോ ഒന്നുമില്ല ഗൈസ്. ബട്ട് നമ്മൾ പോകുമ്പോൾ നല്ല AC, നല്ല സുഖമാണ് അതിനകത്ത്. നമുക്ക് ചൂടൊന്നും എടുക്കത്തില്ല. ഈ ചൂടത്ത് നമ്മൾ ആ ബോട്ടിനകത്ത് കയറുമ്പോൾ എന്ത് സുഖമാണെന്ന് അറിയാമോ ഗൈസ്. കാരണം കാഴ്ചകളും കണ്ട് നമുക്ക് നല്ല കിട്ടിലോട്ട് ആസ്വദിച്ച് പോവാം ഗൈസ്, ഒട്ടും വെയിലും കൊള്ളണ്ട. അങ്ങനെ ഗൈസ് അവിടുന്ന് ദൂരെ നിന്ന് ബോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ ആസ്വദിച്ച് പോവുകയാണ്. ഗൈസ് ഇവിടെ ഒരുപാട് പ്രൈവറ്റ് ബോട്ട്സ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ പോകുന്തോറും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സ്പേസ് നമ്മൾ അവിടേക്ക് നിർത്തിയാണ് പോകുന്നത്. അപ്പം കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്, കുറച്ച് പേര് നിൽക്കുന്നുണ്ട് ഗൈസ്. എന്നാൽ മിക്ക പേര് നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്കെന്തോ നിൽക്കാനാണ് തോന്നിയത് ഗൈസ്. അങ്ങനെ ഞാൻ നിന്ന് പോവാണ്. അപ്പം നല്ല രസമുണ്ട് കേട്ടോ. ഈ സ്ക്രീനിൽ കൂടെ ഒക്കെ നോക്കാം, നിൽക്കുമ്പോൾ നമുക്ക് 360 ഡിഗ്രി ആംഗിളിൽ മൊത്തം നോക്കാം ഗൈസ്. അങ്ങനെ അപ്പൂപ്പനെ നിൽക്കുകയാണ്, പക്ഷേ അമ്മാമ്മയും കുഞ്ഞാമ്മയും ഇരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മൾ ട്രെയിനിൽ വന്നപ്പോൾ പച്ചപ്പ് കണ്ടെങ്കിൽ നമ്മൾ ബോട്ടിൽ കയറിയപ്പോൾ നമ്മൾ വെള്ളം കണ്ടു ഗൈസ്. അതാണ് ഡിഫറൻസ്. പോട്ടെ, ഞാൻ എന്തൊക്കെ പറയണമല്ലോ. അങ്ങനെ ഗൈസ് നമ്മൾ നല്ല ബ്ലൂയിഷ് വാട്ടറാണ് കേട്ടോ ഇവിടുത്തെ, അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കുറച്ച് ദൂരം പോയപ്പോഴത്തേക്കും നമ്മൾ അവിടുത്തെ ഒരു ഷിപ്പ് കണ്ടിട്ട്, ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു എക്സ്പോർട്ടിങ് ആൻഡ് ഇമ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഷിപ്സാണ്, അറിയാമല്ലോ, നമ്മുടെ ചരക്ക് കപ്പൽ. അങ്ങനെ ഗൈസ് അതൊക്കെ കണ്ടു. അതിൽ ചരക്ക് ഇറക്കുന്നതും കയറ്റുന്നതൊക്കെ ഞാൻ നല്ല വ്യക്തമായി കണ്ടു ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. കണ്ടു ഗൈസ്, ആ ഒരു സംഭവത്തിലാണ് കയറ്റുന്നത് ഇറക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഗൈസ്, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെ അല്ലേ. കുറച്ചുകൂടെ മുമ്പ് നമ്മുടെ വൈപ്പിൻ മെട്രോ സ്റ്റേഷനിലെത്തി കേട്ടോ, വാട്ടർ മെട്രോ സ്റ്റേഷനിൽ. അങ്ങനെ ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് തിരിച്ച് പോകാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ തന്നെ നിൽക്കാം. അതായത് വേറെ ഷിപ്പിൽ കയറി നമുക്ക് വേറെ സ്ഥലത്തോട്ട് പോകാം ഗൈസ്. അങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഗൈസ്. അപ്പം നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങി നമുക്ക് അടുത്തൊരു നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകണം ഗൈസ്. അപ്പം ഞാൻ അവിടെ ഒരു ഇത് കണ്ടു കേട്ടോ, സുവനീർ കൊച്ചിയിൽ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വാങ്ങിക്കണമെന്ന്. അങ്ങനെ ഗൈസ് ഞാൻ ഒരെണ്ണം വാങ്ങിച്ച് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ അടുത്ത് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളൊരു ബീച്ചിലാണ്. അപ്പോൾ നമ്മൾ ബീച്ചിലോട്ടുള്ള വഴി നിറയെ കച്ചവടമാണ്. നമുക്കിത് നല്ല ഷോപ്പിങ്ങിന് പറ്റിയ ഏരിയ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ബീച്ച് സൈഡിൽ നിന്നൊക്കെ നമ്മൾ ഷോപ്പ് ചെയ്യില്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ കൂടെയൊക്കെ നടന്ന് നിറയെ ബ്രേസ്ലെറ്റ്സ് ഒക്കെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വച്ച് ഇങ്ങനെ നടക്കുകയാണ് ഗൈസ്. അപ്പം അപ്പുറത്ത് കടലാണ് കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു കടലിലോട്ടാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
നമ്മൾ അവിടുത്തെ ബീച്ചിലെത്തി ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു ഗൈസ്. അപ്പോൾ നല്ല ബീച്ചാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഈ ബീച്ചിൽ നമ്മൾ കുറേ ഷിപ്സ് കാണാൻ കഴിയും. അതാണ് ഇവിടുത്തെ പ്രത്യേകത ഗൈസ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് പട്ടി ഷോ ഒക്കെ കാണിച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ ഓറോ ഉണ്ടല്ലോ ആ ഒരു ഡാൻസൊക്കെ എടുക്കാമെന്നുള്ള പ്ലാനിലാണ് ഗൈസ്. അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഡാൻസൊക്കെ അപ്ലോഡ് ചെയ്യണ്ടേ? ഓക്കെ ഗൈസ്, ചെയ്യാം ഗൈസ്. അങ്ങനെ നമ്മുടെ നല്ല രസകരമായ ബ്ലൂയിഷ് വാട്ടർ അല്ലല്ലോ ഗൈസ്, ബ്ലൂയിഷ് സീ കണ്ട് ഞാനിങ്ങനെ മതിമറന്ന് നടക്കുകയാണ് ഗൈസ്. ഇനി അടുത്ത് നമ്മുടെ അമ്മയുടെ വരവാണ് ഗൈസ്. അമ്മയും നല്ല വൈബ് അടിച്ചൊക്കെ വരികയാണ്. അപ്പം നമ്മളിനി അവിടെ നിന്നും തിരിച്ചു ഗൈസ്. അപ്പം നല്ല വഴിയായിട്ട് എങ്ങോട്ട് ഇരുന്നാലും ഫോട്ടോ വെച്ച് കടലാണ് ഗൈസ്. എങ്ങോട്ട് നോക്കിയാലും കടലും പിന്നെ ഷിപ്സും പിന്നെ കുറേ ഷിപ്പ് യാർഡ്സൊക്കെയാണ് ഉള്ളത്. എനിക്കെന്താ ഇവിടെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ വഴിയെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഒരു ഹെലികോപ്റ്റർ കണ്ടു ഗൈസ്. അപ്പം ഞാൻ ഇത്രയും അടുത്ത് ഒരു ഹെലികോപ്റ്റർ കാണുന്നത് ആദ്യമായിട്ടാണ് ഗൈസ്. അപ്പം ഞാൻ ഇങ്ങനെ വായും പൊളിച്ചിരുന്നു ഗൈസ്. പിന്നെ ഇത് നമ്മുടെ അവിടുത്തെ കൊച്ചിൻ ഷിപ്പ് യാർഡാണ് കേട്ടോ. അപ്പം ഇത് നല്ല രസമുണ്ട് കാണാൻ. എന്ന് വെച്ചൊരു എനിക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും എന്ന് വെച്ചാൽ എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെന്തോ ഈ ഒരു കടൽ ഷിപ്സ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുടെ അടുത്തൊക്കെ ഭയങ്കര സ്നേഹമാണ് ഗൈസ്. അങ്ങനെ ഞാൻ വായും പൊളിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മൾ നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ വഴികളിലൂടെ യാത്ര തുടങ്ങണം ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഷിപ്പ് അടക്കം കണ്ടിങ്ങനെ യാത്ര ചെയ്യാണ് ഗൈസ്. നമ്മൾ കൊച്ചിയിലേക്ക് എക്സ്പ്ലോർ ചെയ്ത് ബസ്സിൽ കയറി. അപ്പം നിങ്ങൾ വിചാരിക്കും നമ്മൾ വീട്ടിൽ പോകുന്നത്. അല്ല ഗൈസ്, നമ്മൾ നേരെ കോട്ടയത്തോട്ടാണ് പോകുന്നത്. അവിടെ അപ്പൂപ്പൻ്റെ തറവാട് വീടൊക്കെ അവിടെയാണ് ഗൈസ്. അപ്പോൾ അപ്പൂപ്പൻ അനിയൻ്റെ വീട്ടിലോട്ട് അങ്ങോട്ട് പോവാണ്. ഇത് ഏകദേശം നമ്മളൊരു 3 days ട്രിപ്പാണ്. ആയിരിക്കും തോന്നുന്നു. നമുക്ക് അങ്ങനെ വലിയ പ്ലാനിങ്ങോടെ ഇറങ്ങിയതല്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു കണക്കൂട്ടൽ അതാണ്. നമ്മൾ ഇങ്ങനെ പോണ വഴിയെ പോകും, അങ്ങനെയാണ് അല്ലേ? യെസ് ഗൈസ്. അപ്പം നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോണിൽ ചാർജും ഇല്ല, ചാർജ് തീർന്നു ഗൈസ്. പക്ഷെ ആ വാട്ടർ മെട്രോ പൊളിയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ബീച്ചും കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് കോട്ടയെത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പൂപ്പൻ്റെ അനിയൻ നമ്മൾ പിക്ക് ചെയ്യാൻ വരും. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ്. നമ്മൾ ഏകദേശം അവിടെ നിന്ന് ഒരു 6 മണിയൊക്കെ വണ്ടി എടുത്തേനും ഇപ്പം ഒരു ഏകദേശം 8:10